മുസ്ലിം പ്രീണനം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ അത് കോൺഗ്രസ് തുടങ്ങി വെച്ചതാണെന്ന് കേൾക്കുന്നു. ഇപ്പോൾ CPM നമ്മുടെ കേരളത്തിലും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല അടിയും കിട്ടി. അപ്പോൾ ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങിയതാണ്? ഏത് കാലം മുതലാണ് അത് തുടങ്ങിയത്? മുസ്ലിം പ്രീണനത്തിൻ്റെ തുടക്കം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇടക്കാല ഗവൺമെൻറ്റിൽ അധികാരത്തിലെത്തിയ കാലം തുടങ്ങിയ ഗവൺമെൻറ് തലത്തിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. നെഹ്റുവിൻ്റെ കാലത്ത് അത്ര പഴക്കമുണ്ട്. അതായത് ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും OBCക്കും കൊടുക്കാത്ത പരിഗണന മുസ്ലിങ്ങൾക്ക് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നും കൊടുത്തിട്ടുണ്ട്. ഈ പ്രശ്നം, ഈ മുസ്ലിം പ്രീണനം ആദ്യമായി നെഹ്റുവിനോ ചോദ്യം ചെയ്യുന്നത് വേറെ ആരുമല്ല, ഡോക്ടർ BR അംബേദ്കറാണ്. സിനുജിക്ക് അറിയാമല്ലോ, മിക്കവാറും ഈ ബുദ്ധി ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ഓരോരോ കാരണങ്ങളുടെ പേരിൽ രാജിവെച്ച് പോയിട്ടുണ്ട്. അതെ, കാരണങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അവരെല്ലാം രാജിവെച്ച് പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഉണ്ടായിരുന്നൊരു കോമൺ ഫാക്ടർ അവരെല്ലാവരും നെഹ്റുവിനേക്കാൾ ബുദ്ധിയുള്ളവരും നെഹ്റുവിനേക്കാൾ കഴിവുള്ളവരുമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തു ആയിക്കോട്ടെ, അവർ പോയിട്ടുണ്ട്. അങ്ങനെ അംബേദ്കർ രാജിവെച്ച് കഴിഞ്ഞിട്ട് അംബേദ്കർ പറഞ്ഞു, എനിക്ക് ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ള കാര്യം എനിക്ക് പാർലമെൻറ്റിൽ ജനങ്ങളെ അറിയിക്കാനുള്ള അവസരം തന്നെ എന്ന് പറഞ്ഞു. മനസ്സോടെയാണ് അതിനെ അംബേദ്കർ ആയതുകൊണ്ട് ഫർദർ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു അനുവദിക്കുകയാണ് ചെയ്തത്. അതിൽ രാജിയുടെ കാരണമായി പറയുന്നത് പ്രധാനമായും 3 കാരണങ്ങളാണ്. അതിലേറ്റവും പ്രമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മൈനോറിറ്റിക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെക്കാൾ ഏത് തരത്തിലാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ മോശമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. കാരണം എന്ന് വെച്ചാൽ ഈ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾ ഒരിക്കലും അധികാരത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളോളം, 6 നൂറ്റാണ്ട് വരില്ലേ മുഗൾ ഭരണം, 6 നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടക്കി ഭരിച്ചതാണ് മുസ്ലിങ്ങൾ. അവർ രാജ്യം ഭരിച്ചതെല്ലാം മുസ്ലിം രാജാക്കന്മാരായിട്ടാണ്. ആ മുസ്ലിം രാജാക്കന്മാരായിട്ട് അവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്കാണ്. അത് മാറി ഒരു ജനാധിപത്യ ഗവൺമെൻറ് വന്ന സമയത്തും എന്തിനാണ് ഇപ്പോഴും ഇവരെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് ഈ പ്രാമുഖ്യം കൊടുക്കുന്നത്? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏതെല്ലാം കാരണങ്ങളിലാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ഏത് പിന്നാക്കാവസ്ഥയാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമത് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിഭജനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ജനങ്ങൾ ബംഗാളിലുണ്ട്, കാശ്മീരിലുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജി അങ്ങ് കാശ്മീരിനെ കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ബംഗാളിനെ കുറിച്ച് അങ്ങ് ഒന്നും മിണ്ടുന്നില്ല. ഈ 2 സ്ഥലത്തും ജനങ്ങൾ അനുഭവിക്കുന്ന തീവ്രത അത് അഭിന്നമല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രോ മുസ്ലിം അപ്രോച്ചിൻ്റെ തുടക്കക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇതിനൊരു ഫ്ലാഷ് ബാക്ക് കൂടി നിങ്ങൾ എടുത്തു നോക്കണം. ഹിന്ദു മുസ്ലിം മൈത്രിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് 1927 മഹാത്മാഗാന്ധിയെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ച പ്രധാനമന്ത്രിയാണ്. താൻ സെക്കുലറിസ്റ്റാണ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. തന്നെ സ്വാധീനിച്ചിട്ടുള്ളത് മറ്റേ റഷ്യൻ സെക്കുലറിസവും സോഷ്യലിസവുമാണ് എന്ന് പറഞ്ഞിട്ടുള്ള നെഹ്റുവാണ് ഈ മുസ്ലിം അപ്പീസ്മെൻറ്റ് തുടങ്ങി വെച്ചത്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് ഇത് വന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ മുസ്ലിം പ്രീണനം വലിയ ചർച്ചയായി മാറുന്നു. അപ്പോൾ നമ്മൾ കരുതുന്നത് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നതാണ്, ദേശീയ തലത്തിൽ തുടങ്ങിയതാണ്. ദേശീയ തലത്തിൽ നെഹ്റു തുടങ്ങി വെച്ചാണിത്.
നെഹ്റു മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെ, അത് വേറെ പ്രശ്നമാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നെഹ്റു എന്നും നിലകൊണ്ടിട്ടുള്ളത്. ആ പാരമ്പര്യം കോൺഗ്രസ് പിന്തുടരും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിൽ പോകരുത്, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിങ്ങൾ ഒരു ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർ വോട്ട് ചെയ്തിട്ടുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സാർ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് മുസ്ലിം ലീഗിനോടൊപ്പമായിരുന്നല്ലോ മലപ്പുറത്തെ ഉൾപ്പെടെ മുസ്ലിങ്ങൾ മുഴുവൻ നിന്ന്. അന്ന് ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം ഈ ലീഗിനെ കൊണ്ടുവരാൻ പറ്റും, അല്ലെ മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞിട്ടല്ലേ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് ഭാഗമാണെന്ന് സഹായിച്ചത്. ഗാന്ധി എടുത്ത തെറ്റായ തീരുമാനങ്ങളിലൊന്നാണത്. പക്ഷേ ഗാന്ധിജിക്ക് തെറ്റുപറ്റിയെന്ന് ഗാന്ധിജി തുറന്നു പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ മറ്റൊരു ഒരു നേതാവും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ്സുകാർ ഒട്ടും പറഞ്ഞിട്ടില്ല, ലീഗുകാരും പറഞ്ഞിട്ടില്ല. ലീഗുകാരും അല്ല. ഒരു കാര്യമുള്ളത്, ഏത് ഇപ്പോൾ മുസ്ലിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ ആരംഭകാലം കഴിഞ്ഞ് അത് പ്രവർത്തനത്തിലേക്ക് വരുന്നതാണ് 1906. അധികകാലമായിട്ടില്ല കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടിട്ട്. ആ 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് ഉണ്ടാക്കി. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള മുസ്ലിം രാജ്യം വേണമെന്ന ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട്, ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചിരുന്നവരാണ്, നിങ്ങൾ വിട്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ രാജ്യഭാരം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഹിന്ദുക്കൾ ഭരിക്കപ്പെട്ടിരുന്നവരാണ്, അവരുടെ കീഴിൽ ഭരിക്കപ്പെടുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സെപ്പറേറ്റായ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിയതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അതിലായിരുന്നു മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും. പക്ഷെ അത് ജിന്നയുടെ ലീഗല്ലേ? അത് പുറത്ത് കഴിഞ്ഞപ്പോഴേ എങ്ങനെയാണ് നിയമിച്ചത്? ജിന്നയുടെ ലീഗും മറ്റേ ലീഗും തമ്മിൽ അന്ന് വ്യത്യാസമുണ്ടോ? അന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലീഗല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കും IUML വന്നില്ലേ, അതെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വന്നില്ലേ, അവാമി ലീഗ് വന്നില്ലേ, പാകിസ്ഥാൻ ലീഗ് വന്നില്ലേ. ലീഗ് 3 മുസ്ലിങ്ങൾ ലീഗിൽ തന്നെ നിന്ന്. എല്ലായിടത്തും ലീഗുണ്ട്, എല്ലായിടത്തിൻ്റെ പേര് ലീഗ്. അല്ല, മുസ്ലിങ്ങൾ ലീഗിൽ തന്നെ നിന്ന്. കോൺഗ്രസിന് ആ ശ്രമം പരാജയപ്പെട്ടു. കോൺഗ്രസിൻ്റെ ആ ശ്രമം അമ്പേ പരാജയപ്പെട്ടു പോയില്ലേ? കോൺഗ്രസിന് എവിടെയാണ് വിജയിക്കാൻ കഴിഞ്ഞേക്കുന്നത്? കോൺഗ്രസ് അവരെ വോട്ട് ബാങ്ക് ആക്കി നിലനിർത്തുന്നതിന് വേണ്ടി ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ അംബേദ്കറെ പോലുള്ള ആൾക്കാർ, ഈ അംബേദ്കറെ ഒരു കാരണവശാലും ഇലക്ഷനിൽ വിജയിച്ചു വരാതിരിക്കാൻ നെഹ്റു എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അല്ല, കോൺഗ്രസ് അംബേദ്കറോട് മഹാത്മാഗാന്ധിയുടെ നിർബന്ധം സഹിക്കവയ്യാതെയാണ് ഇദ്ദേഹത്തെ അവിടെ എടുക്കുന്നത്, ക്യാബിനറ്റിൽ എടുക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നിർബന്ധപ്രകാരമാണ്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നെഹ്റു എടുക്കണ്ടെന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മൊത്തം ഇന്ത്യക്കാർക്കാണ്. ആ മൊത്തം ഇന്ത്യക്കാരിൽ അംബേദ്കറും വരും, അംബേദ്കർ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമീപനം ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നെഹ്റു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെഹ്റു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയില്ല. നെഹ്റു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് മാത്രമല്ല, അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ കീഴിലുണ്ടായിരുന്ന എന്തോ ഒരു പാൽ കച്ചവടക്കാരനെ നിർത്തിയിട്ട് ഇയാളെ തോൽപ്പിച്ചു. നെഹ്റുവിൻ്റെ അടിമയായിട്ട്. അത് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പർപ്പസ്ഫുള്ളി അതങ്ങനെയായിരുന്നു. പിന്നെ വളരെ ബോധപൂർവം ചെയ്തതാണ്. അത് പിന്നെ അവർ തമ്മിലുള്ള പ്രശ്നം. പക്ഷേ ഈ മുസ്ലിം പ്രീണനം അവിടെ നിന്ന് തുടങ്ങിയതാണ്. അംബേദ്കർ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പറയണമായിരുന്നു. കാരണം ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നാക്ക ജനവിഭാഗം, ഇവർക്ക് ഉള്ളതിനേക്കാൾ എന്ത് പിന്നാക്കാവസ്ഥയാണ് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലുള്ളത്? 6 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു വിഭാഗക്കാർക്ക്, ഇന്ത്യയിലെ സമ്പത്ത് ഏറെ കൈയടക്കി വച്ചിരുന്നൊരു വിഭാഗക്കാർക്ക്, സമ്പത്തിലും സ്വാധീനത്തിലും എല്ലാം വളരെയേറെ മുന്നോട്ട് പോയിരുന്നൊരു വിഭാഗക്കാർക്ക്, അവർക്ക് ഇതൊന്നുമില്ലാത്ത ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും കൊടുക്കാനുള്ള ഒരു പരിഗണനയും നെഹ്റു കാണിച്ചിട്ടില്ല. നെഹ്റുവിൻ്റെ സങ്കല്പത്തിൽ വിശേഷിച്ചും പിന്നാക്ക ജനവിഭാഗം, ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു വകുപ്പും ഈ ഭരണഘടനയിലില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഭരണഘടന ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കമ്മീഷനെ നിയമിക്കാനും, ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷനാണത്, അതിൻ്റെ ശുപാർശകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുമാണ്. ആ കമ്മീഷൻ്റെ ശുപാർശ അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. പക്ഷേ ഭരണഘടനയിൽ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള വാദത്തെ വോട്ടിനിട്ട് തള്ളണിയത്. അത് കോൺഗ്രസ് ആണ് മുൻകൈയെടുത്തത്.
അന്ന് അതിനെ കോൺഗ്രസ് അതിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ജയിച്ചു, അത് പാസ്സായി പോയാനെ. ഇപ്പോഴും ഇപ്പോൾ ഈ ഭരണഘടനയിൽ ഇങ്ങനെ ഇവർക്ക് ഇത് ഇത്ര ശതമാനം ഇവർ വന്നിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ടല്ലേ സാർ അവർക്ക് അത്ര റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അതുപോലും അനുവദിച്ചിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് എന്നും പരിഗണനയുണ്ട്, പിന്നാക്കക്കാരനെ എവിടെയാണ് പരിഗണിച്ചേക്കണം? ഒരു ടവറിങ് ലീഡർ വന്നിട്ടുണ്ട് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഉണ്ടായിട്ടില്ലല്ലോ. ടവറിങ് പേഴ്സണാലിറ്റി വരാൻ കോൺഗ്രസ് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അംബേദ്കറിനെ കാണുമ്പോഴൊക്കെ നെഹ്റു പേടിച്ചോടിയിരുന്നു പിന്നോട്ട്? ഭയം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നിന്ന് നിയമത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും PhD-യും ഗോൾഡ് മെഡലൊക്കെ കിട്ടി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഇക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനും PhD-യും. അംബേദ്കർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായ എനിക്ക് ഭരണപരമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരവസരവും തന്നില്ല, ആ വകുപ്പ് പോലും കൊടുത്തില്ല. ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അയാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കണ്ടേ? അതെ. ആ ഒരു വകുപ്പും കൊടുത്തില്ല. അതൊന്നും കൊടുക്കാതെയാണ് ഇത് ചെയ്തത്. അപ്പോൾ അത് വളരെ അതിൻ്റെ ഈ മുസ്ലിം പ്രീണനമല്ലേ ഈ വഖഫ് നിയമത്തിന് കാരണം? അതെ, മുസ്ലിം പ്രീണനമാണ്. വഖഫ് നിയമം 54 ഉണ്ടാക്കിയത് ആരാണ്? മുസ്ലിം നിയമമനുസരിച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ആരാണ്? സെക്കുലറിസ്റ്റായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലേ? അതിനുശേഷം ഇന്ദിരാഗാന്ധി അതിന് വീണ്ടും ശക്തി കൊടുത്തു. ഇന്ദിരയ്ക്ക് ശേഷം വന്ന മറ്റേ നരസിംഹറാവു അതിന് കൂടുതൽ ശക്തി കൊടുത്തു. മൻമോഹൻ സിംഗ് വന്നതോടുകൂടി അതൊരു വലിയ ഡ്രാഗണായിട്ട് മാറുകയും ചെയ്തു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാത്ത, നമ്മുടെ ABC പ്രേക്ഷകർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് സാർ ഇപ്പം വ്യക്തമാക്കിയത്. ഇപ്പം നെഹ്റുവിൻ്റെ കാലത്താണ് ഇത് തുടങ്ങിയെന്ന് പോലും അറിയാത്ത എത്രയോ ആൾക്കാർ. നെഹ്റുവാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഇതിൻ്റെ അവസാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലേ? എങ്ങനെയുണ്ടാവും? നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരവസാനം ഉണ്ടാകുമെന്ന് ഇതിന്. കാരണം ഇതിന് അവസാനം ഉണ്ടാകണമല്ലോ. എല്ലാവർക്കും അവകാശങ്ങളുള്ളതല്ലേ, അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അവകാശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും അവകാശങ്ങളുള്ളതല്ലേ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.